നമ്മളോടൊപ്പം ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹം കൂടി ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എങ്ങനെ വിലയിരുത്താം ഇപ്പോൾ നടക്കുന്ന അമേരിക്ക ഇറാൻ ആക്രമണങ്ങളെ? ഇത് കൂടുതൽ വളർന്ന് പോകാനുള്ള, എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങൾ വരുന്നു. ഏകദേശം 50% മുകളിൽ ചാൻസ് ഇസ്രായേൽ കൂടി ഈ ആക്രമണത്തിലേക്ക്, ഇറാനെതിരെയുള്ള ആക്രമണത്തിലേക്ക് എത്താനുള്ള സാധ്യതയെക്കുറിച്ച് 50% മുകളിൽ സാധ്യതയുണ്ട് എന്ന് ഉള്ള ഒരു സൂചനയും നൽകുന്നു. എങ്ങനെ വിലയിരുത്താം? എന്ന് നിസ്സംശയം പറയാം. കാരണം യമനിലെ ഹൂതികൾ കൂടി യുദ്ധത്തിലേക്ക് സാവകാശം അടുത്തു വരികയാണ്. സൗദി എണ്ണ കപ്പലുകൾക്ക് നേരെ, 2 സൗദി ഓയിൽ ടാങ്കേഴ്സിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നു. നിരന്തരമായി ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഓയിൽ ടാങ്കേഴ്സ്, ഈ ഒമാൻ തീരത്തുകൂടി കടന്നു പോകുന്ന എണ്ണ കപ്പലുകൾക്ക് നേരെ ആക്രമണം സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 2 കടലുകൾ, ചെങ്കടലും പേർഷ്യൻ ഗൾഫും ഒരുപോലെ തന്നെ സംഘർഷഭരിതമാവുകയാണ്. അതോടൊപ്പം ഇസ്രയേലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ഓവർ ആർച്ചിങ് ഒരു ഇഫക്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവുക. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേവലം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്നതിൽ നിന്നും പൂർണ്ണമായ മേഖല മുഴുവൻ വ്യാപിച്ച ഒരു യുദ്ധമായി മാറിയിരിക്കുന്നു എന്നത് വളരെ വളരെ ഈ സ്തോഭജനകമായ ഒരു കാഴ്ചയാണ്. കാരണം അതുകൊണ്ട് പരിഹാരങ്ങൾ ഇപ്പോഴും അകന്നു പോകുന്ന കാഴ്ചയാണ്. കാരണം സമാധാന ചർച്ചകൾക്ക് ഒരു അർത്ഥവുമില്ലാതെ പോകും. പല ആവർത്തി സമാധാന കരാറിന്റെ വക്ക് വരെ എത്തിയതാണ്. അപ്പോൾ എല്ലാം അകന്നു പോകുന്ന രീതിയിലാണ്, ഒരു മരീചികയായി സമാധാനം മാറുന്നത്. അതുകൊണ്ടാണ് ആക്രമണവും പ്രത്യാക്രമണവും ഒന്നിനും പരിഹാരമല്ല. പൂർണ്ണമായ ബലപ്രയോഗത്തിലൂടെ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായി മെരുക്കിയെടുക്കാനാവില്ല, കീഴ്പ്പെടുത്താനാവില്ല. അതുകൊണ്ടാണ് വിട്ടുവീഴ്ചകൾ ഇരുഭാഗത്തും വേണമെന്ന ഒരു നിലപാട് പലപ്പോഴും നിഷ്പക്ഷമതികളായ ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ പാലസ്തീൻ എന്ന പ്രദേശത്തിനും സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. പരസ്പരം വിട്ടുവീഴ്ചയിലൂടെ ആ പ്രദേശത്തിന്റെ അടിസ്ഥാന വിഷയമായ പലസ്തീൻ വിഷയം പരിഹരിക്കപ്പെടണം. ജൂതരാഷ്ട്രത്തെ പലസ്തീനിയൻസ് ആൻഡ് അറബ്സ് അംഗീകരിക്കണം. അബ്രഹാമിക് കരാറുകളിലൂടെയാണെങ്കിലും അല്ലാതെയും ആ അംഗീകാരം ആവശ്യമാണ്. അതൊരു വശത്ത്. മറുവശത്ത് ഇറാൻ എന്ന പരമാധികാര രാജ്യം അതിൻ്റെതായ ചുറ്റുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംയമനത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയണം. ആ രാജ്യത്തിനെതിരെയുള്ള നിരന്തരമായ ഉപരോധങ്ങൾ കൂടുതൽ പ്രകോപനങ്ങൾ വരുത്തി വെക്കുകയാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് എല്ലാ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാനിയൻ മിസൈലുകൾ പായുന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിലെ ആക്രമണത്തിന്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ 2-3 രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തുന്നു എന്ന് കാണാം. കുവൈറ്റ് ആൻഡ് ബഹ്റൈൻ, അതാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഇറാൻ കേന്ദ്രീകരിച്ച ഗൾഫ് രാജ്യങ്ങൾ. ഒരുപക്ഷെ സൗദി അറേബ്യക്കെതിരെയോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെതിരെയോ ആ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, സൗദി അറേബ്യയുമായി ഇറാന് 2023 തന്നെ ഒരു കരാർ ഉള്ളതാണ്. ആ കരാറിന്റെ മധ്യസ്ഥത വഹിച്ചത് ചൈനയാണ്, അമേരിക്ക അല്ല ബ്രോക്കർ ചെയ്തത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ സൗദി എണ്ണപ്പാടങ്ങളിലേക്കോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഒരു ഊർജ സ്രോതസ്സുകളിലേക്കോ ആക്രമണം നീട്ടാൻ ഇറാൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള തിരിച്ചടി വളരെ ഭീകരമായിരിക്കും എന്നതുകൊണ്ടാണ് ഇപ്പോഴും നിലവിൽ പേർഷ്യൻ ഗൾഫിലെ രാജ്യങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്നോർക്കണം. അമേരിക്കയുടെ താവളങ്ങൾ ഒരുക്കുന്നു എന്നത് അപ്പുറത്ത് നേരിട്ടുള്ള പങ്കാളിത്തമില്ല. അതുകൊണ്ടാണ് ഇത് ആ രീതിയിൽ എസ്കലേഷൻ മോഡിൽ നിന്നും പിടിച്ചു നിർത്താൻ കുറെയൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൂതികൾ രംഗത്ത് വരുമ്പോൾ സൗദി അറേബ്യക്ക് നേരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൂതികൾ. അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നറിയില്ല. പക്ഷേ സൗദി എണ്ണക്കപ്പലുകൾ നിരന്തരമായി ആക്രമിക്കപ്പെട്ടാൽ സൗദിക്ക് വെളിയിലേക്ക് പോകാനാവാതെ വരും. സൗദിയുടെ ചെങ്കടൽ തീരത്തെ തുറമുഖങ്ങളിൽ നിന്നും ഒന്നുകിൽ ബാബ് എൽ മന്ദേബ് വഴി പുറത്തേക്ക് വരണം, ഏഡൻ ഉൾക്കടലിലേക്കും അവിടെ നിന്ന് അറേബ്യൻ കടലിലേക്കും ഇന്ത്യൻ ഓഷ്യനിലേക്കും ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ ഓയിൽ സപ്ലൈ അങ്ങനെയാണ് വരുന്നത്. അല്ല എങ്കിൽ അത് പുറം കടലിലേക്ക് പോകണം. ഹോർമൂസ് ഇപ്പോൾ തന്നെ പൂർണ്ണമായി ക്ലോസ്ഡ് ആയ ഒരു അവസ്ഥയിലാണ്. അത് തുറക്കുന്നു എന്ന് അമേരിക്ക പറയുമ്പോഴും അതിൽ ധൈര്യപൂർവ്വം കപ്പലുകൾക്ക് പോകാവുന്ന ഒരു അവസ്ഥയല്ല. കൂട്ടത്തിൽ ചെങ്കടൽ കൂടി അടഞ്ഞു പോയി കഴിഞ്ഞാൽ ലോക വ്യാപാരത്തിന്റെ ഏതാണ്ട് 7% കണ്ടെയ്നർ ട്രാഫിക്കിന്റെ ലോകത്ത് 20-25% കടന്നു പോകുന്നത് ചെങ്കടൽ, സൂയസ് കനാൽ, മെഡിറ്ററേനിയൻ റൂട്ടിലൂടെയാണ്. ആ റൂട്ട് കൂടി ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ നിലപാടിനെ കുറിച്ചാണ് എന്നോട് കൂടുതലായി ചോദിച്ചത്, സ്പെസിഫിക് ആയി ചോദിച്ചത്. ഇസ്രായേൽ എന്താണ് യുദ്ധത്തിലെ താല്പര്യം? ഇസ്രായേൽ രാജ്യത്തിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇറാൻ നിരന്തരം ഭീഷണിയാകുമ്പോൾ ഇറാന്റെ ആണവ കപ്പാസിറ്റി കുറച്ചുകൊണ്ടുവരിക അല്ലെങ്കിൽ പ്രഹരശേഷി കുറയ്ക്കുക എന്നത് ഇസ്രായേലിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്.
ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു 14 ഇനങ്ങളിൽ ഏകദേശ ധാരണയായത്. ആ ധാരണ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത നിലയിൽ വരികയും യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇസ്രായേലും അമേരിക്കയും ദേ ആർ സീൻ ഓൺ ദ സെയിം പേജ്. ആ രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുകൂടി ആക്രമണം വ്യാപിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നിലവിൽ ഇസ്രായേൽ വിമാനങ്ങൾ ഇറാനിൽ ബോംബ് ചെയ്യുന്നതായി അറിയില്ല. അത് മുൻപ് സംഭവിച്ചിരുന്നു. ഒരുപക്ഷെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഏറ്റവും അധികം കഴിയുന്ന രാജ്യം മധ്യമപൗരസ്ത്യ പ്രദേശത്ത് ഇസ്രായേൽ തന്നെയാണ്. ഏതായാലും നേറ്റോ പങ്കാളികൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളല്ല. പല രാജ്യങ്ങളും അമേരിക്കയ്ക്ക് വ്യോമതാവളങ്ങൾ അനുവദിക്കില്ല. സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് വ്യോമതാവളങ്ങൾ അനുവദിക്കില്ല ഈ യുദ്ധത്തിന് എന്ന നിലപാടെടുത്തതുകൊണ്ടാണ് നെയ്റ്റോയിലെ തന്നെ സ്പെയിൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളോട് നീരസത്തോടുകൂടി ട്രംപ് പെരുമാറിയത്. പക്ഷെ അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് അമേരിക്കയുടെ മാത്രം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എത്രത്തോളം ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാനാവും? ഗൾഫിന്റെ സുരക്ഷിതത്വം എന്താണ്? ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ, അവിടുത്തെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ നിരന്തരം ഇസ്രായേലി ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ താവളങ്ങൾ തന്നെ, അമേരിക്കൻ താവളങ്ങൾ തങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത താവളങ്ങൾ തന്നെ തങ്ങൾക്ക് ഒരു വലിയ ബാധ്യതയായി മാറുന്നു എന്നൊരു ചിന്ത വളരെ രഹസ്യമായി പശ്ചിമേഷ്യൻ കേന്ദ്രങ്ങളിലുണ്ട്. അപ്പൊ എങ്ങനെയാണത് സിന്തസൈസ് ചെയ്യുക, മുന്നോട്ട് പോവുക, അതേക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണ്ടി വരും. അതുകൊണ്ട് യുദ്ധം ഇപ്പോഴും തുടരുന്ന സ്ഥിതിക്ക് ഒരു വെടിനിർത്തലെങ്കിലും ഉണ്ടാവാതെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ടും ഈ സമയത്ത് പ്രകടമാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ സൗദിയുടെ ഈ എണ്ണ ബ്ലോക്ക് ചെയ്യുന്ന ഹൂതികളുടെ, നമുക്കറിയാം ആദ്യത്തെ യുദ്ധം ഇതിന് തൊട്ടു മുൻപ് നടന്ന ആ യുദ്ധത്തിൽ ഇപ്പോൾ ഹിസ്ബുള്ള ജോയിൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു യുദ്ധത്തിലേക്ക്. ഇപ്പോൾ അടുത്ത സെക്ഷൻ യുദ്ധം തുടങ്ങിയപ്പം ഇപ്പോൾ ഹൂതികൾ വന്നിരിക്കുന്നത്. ഹൂതികൾ പറയുന്നത് ഞങ്ങളെ സൗദിയുടെ ഉപരോധം, ഞങ്ങളുടെ എയർ ഉപരോധം കൊണ്ട് അത് മാറ്റാത്തത് കൊണ്ട് ഞങ്ങൾ സൗദിയെ ഇത് ചെയ്തു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ സൗദിക്ക് ഇതിൻ്റെ ഉള്ളിൽ എണ്ണ ഇവർ ബ്ലോക്ക് ചെയ്യുമ്പോൾ നഷ്ടമുണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും സൗദി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പ്രകോപനപരമായി നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അൻസറുള്ള ഇറാനിൽ നിന്ന് വന്നപ്പോൾ ആ വിമാനവും അവിടെ ലാൻഡ് ചെയ്യാൻ അനുവദിക്കാതെ സൗദി പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യം അന്നേരം തൊട്ടാണല്ലോ ഇത് തുടങ്ങിയത്. എന്തുകൊണ്ടായിരിക്കാം സൗദി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടപെടുന്നതെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഇതിന്റെ ഈ ഒരു റൗണ്ട് ഓഫ് കോൺഫ്ലിക്റ്റിന്റെ സൗദി അറേബ്യയും ഹൂതികളും തമ്മിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് റൗണ്ട് പ്രശ്നത്തിന്റെ ഹേതുവായി പറയപ്പെടുന്ന കാരണം ഹൂതികളുടെ ഒരു കംപ്ലൈന്റ് ആണ്. ഹൂതി നേതാക്കൾ മഷാദിൽ ശവസംസ്കാര ചടങ്ങിൽ അയത്തുള്ള അലി ഖൊമേനിയുടെ ഖബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുത്ത് തിരിച്ച് സുഗമമായി ലാൻഡ് ചെയ്യേണ്ടതാണ്. അവർക്ക് ഇറങ്ങാവുന്ന ഹൂതികളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു നഗരമാണ് സന നഗരം. ആ സന നഗരത്തിലെ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ സൗദിയുടെ വിമാനങ്ങളും റോക്കറ്റുകളും ആ വിമാനത്താവളം ആകെ ഉഴുതുമറിച്ചിട്ടു എന്നതാണ് ഹൂതികളുടെ പരിഭവം. അതുകൊണ്ട് ഹൂതികൾ സ്വാഭാവികമായി സൗദിയുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയും തെക്കൻ പ്രദേശങ്ങളിലെ നഗരങ്ങൾക്ക് നേരെയും തുറമുഖങ്ങൾക്ക് നേരെയും തിരിയുന്ന ഒരു കാഴ്ച ഉണ്ടായി. അത് അടുത്ത ലെവൽ ഓഫ് എസ്കലേഷനായി. ഹൂതികൾക്ക് നേരെ കടുത്ത ഉപരോധമാണ് സൗദി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഹൂതികൾക്കും അവശ്യ സപ്ലൈസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി തിരിച്ച് സൗദിക്കെതിരെ ഒരു വലിയ നേവൽ ബ്ലോക്കേഡ് എന്ന നിലയിൽ സൗദി അറേബ്യയുടെ ഒരു എണ്ണക്കപ്പൽ പോലും ബാബ് എൽ മന്ദേബ്, ഹൂതികൾ കൂടെ നിയന്ത്രിക്കുന്ന ഒരു കടലിടുക്കാണല്ലോ, കേവലം 30-35 കിലോമീറ്റർ ശരാശരി വീതിയുള്ള, അത് ഏഡൻ ഉൾക്കടലിൽ നിന്നും ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന കുപ്പിക്കഴുത്തായ ബാബ് എൽ മന്ദേബ്. ആ ബാബ് എൽ മന്ദേബ് ബലം പ്രയോഗിച്ച് തങ്ങൾ അടയ്ക്കുന്നു. സൗദി കപ്പലുകൾക്ക് മുന്നോട്ട് പോകാനാവില്ല. അത് ആദ്യഘട്ടത്തിൽ. ഒരുപക്ഷെ ഇനി സൗദി ബന്ധമുള്ള മറ്റു കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകൾ, മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ, അതെല്ലാം തന്നെ ബാബൽ മന്ദേബിൽ വെച്ച് തടയപ്പെടുകയാണെങ്കിൽ സ്ഥിതിഗതികൾ ഗുരുതരമാകും. അതുകൊണ്ടാണ് സൗദി അറേബ്യയും ഹൂതികളും തമ്മിലുള്ള വിഷയം അടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ അത് മേഖലാ യുദ്ധമായി പരിണമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ അങ്ങനെയാണ്. ഇറാന്റെ ഒരു പ്രഖ്യാപിത ഒരു നയവും നിലപാടും രീതിയും ആണ് പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ആംസ്, അല്ലെങ്കിൽ അവർ വിളിക്കുന്നത് റെസിസ്റ്റൻസ്, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, മറുഭാഗത്ത് വിളിക്കുന്ന അവരെ ആക്സിസ് ഓഫ് ഈവിൾ എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും ഒരേ ഗ്രൂപ്പുകളെയാണ്. ഹൂതീസ്, ഹിസ്ബുള്ളാസ് ആൻഡ് ഹമാസ്, H3 എന്ന് വേണമെങ്കിൽ പറയാം. ഹമാസ് പലസ്തീനിൽ, അതായത് ഗാസയിൽ നിന്നുകൊണ്ടും, ഹൂതികൾ യമനിൽ നിന്നുകൊണ്ടും, അതുപോലെ ഹിസ്ബുള്ള ലെബനനിൽ നിന്നുകൊണ്ടും ഇസ്രയേലിനെ വരിഞ്ഞു മുറുക്കാം എന്ന ഇറാന്റെ ഒരു തന്ത്രം. അതുകൊണ്ട് ഇറാന്റെ എക്സ്റ്റെൻഡഡ് ആംസായി ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 ഘടകങ്ങളിൽ അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം ഏതെങ്കിലും ഒരു ഘടകം ആക്റ്റീവ് ആകുന്നു. ചിലപ്പോൾ ഹിസ്ബുള്ള ആക്റ്റീവ് ആകുന്നു. ഇസ്രായേലിന് നേരെ, വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരം തെക്കൻ ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകും. അതിനുള്ള തിരിച്ചടി സ്വാഭാവികമായി ഭീകരമായ രീതിയിൽ അതിനുള്ള തിരിച്ചടിയും ഉണ്ടാകുന്നു. ആ തിരിച്ചടി ഉണ്ടായി എന്ന ഒറ്റ കാരണത്താൽ സമാധാന പ്രക്രിയ അട്ടിമറിക്കാൻ ഇറാന് സാധിക്കുന്നു. അതാണ് ഒരു ഡയമെൻഷൻ.
മറുവശത്ത് ഇപ്പോൾ ഹൂതികൾ ആക്റ്റീവാണ്. അവർ സൗദി അറേബ്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. വേണ്ടി വന്നാൽ ഇസ്രായേലിനെതിരെ മുൻകാലങ്ങളിൽ ഈ ശബ്ദാതിവേഗ മിസൈൽ ഉൾപ്പെടെ ഹൂതികൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അത് എത്രത്തോളം നാശനഷ്ടങ്ങൾ വിധിക്കാൻ കഴിഞ്ഞു. ഇറാന്റെ അയൺ ഡോം, ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം വിജയകരമായി ഈ ഹൂതി മിസൈലുകളെ ചെറുക്കാൻ കഴിഞ്ഞു എന്നതും ചരിത്രപരമായ സത്യമാണ്. ഇവിടെ ഇത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പ്രേക്ഷകരും മനസ്സിലാക്കുമല്ലോ. ഇത് യാഥാർത്ഥ്യങ്ങളാണ്. ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിന് തലവേദന ഉണ്ടാക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇറാന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് അവർ ചെയ്യുന്നത്. ശരിയെന്നോ അത് ന്യായീകരിക്കാവുന്നതാണെന്നോ ഉള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെയല്ലല്ലോ, ഈ അതിന്റെ അഭിപ്രായ പ്രകടനത്തിന്റെ വേദിയല്ലല്ലോ ഇത്. വസ്തുതകളെ വിശകലനം ചെയ്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരിക്കലും യുദ്ധത്തെ നമുക്ക് വിലയിരുത്താൻ ആവില്ല. അതിനകത്തെ രീതിശാസ്ത്രങ്ങളും നീതിശാസ്ത്രവും മാറ്റിവെച്ചുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്ന പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഹൂതികൾക്കും അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയണം. അത് സൗദി അറേബ്യയുമായി കരാർ ഒപ്പിട്ടുകൊണ്ട് സൗദി അറേബ്യ അവരുടെ ഒരു പ്രദേശം വേണമെങ്കിൽ യമൻ എന്ന രാജ്യം രണ്ടായി തന്നെ വിഭജിച്ചുകൊണ്ട്, ഇപ്പോൾ തന്നെ പ്രാക്ടിക്കലി രണ്ടാണ്. സൗദി അറേബ്യയുടെ പിന്തുണയുള്ള ഔപചാരികമായ ഭരണകൂടം, ആ ഭരണകൂടത്തെയാണ് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. ഹൂതികളെ ഇപ്പോഴും വിമതരായിട്ടാണ് കാണുന്നത്. ഈ വിമതരായിട്ട് കാണുന്ന വിഭാഗത്തെ ഇറാൻ ചേർത്ത് പിടിക്കുന്നു. പക്ഷെ അവർക്കൊരു രാജ്യമായി മാറാൻ കഴിയുമോ? അത് മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുമോ? അവർ സമാധാനം പാലിക്കുമോ? ആ മേഖലയിൽ ശാന്തത കൊണ്ടുവരാൻ അവർ സഹകരിക്കുമോ? ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ ഹിസ്ബുള്ള എന്നത് ഒരിക്കലും രാജ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വിഭാഗമല്ല. അവർ ലെബനന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നിരന്തരമായി ഇസ്രായേലിന്റെ തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് ഷിയ മിലിഷ്യ. അപ്പൊ അവരെ ഇറാന്റെ സഹായമില്ലാതെ ഹിസ്ബുള്ളയ്ക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാനൊക്കില്ല. പക്ഷെ അവരിപ്പോൾ വളരെ ട്രെയിൻഡ് ആണ്. അവർ ഏറെ പ്രകാരം ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇസ്രായേൽ വധിക്കാൻ കഴിഞ്ഞുവെങ്കിലും അവരിപ്പോഴും റീഗ്രൂപ്പ് ചെയ്ത് സംഘടിതമായി ഇസ്രായേലിനെ ആക്രമിക്കുന്ന മോഡിലാണ്. അതുകൊണ്ട് ഇറാൻ കൂടി വിചാരിച്ചെങ്കിൽ മാത്രമേ ഇറാൻ നിയന്ത്രിക്കുന്ന പ്രോക്സികളെ നിയന്ത്രിച്ചു നിർത്താനും ആ മേഖലയിൽ സമാധാനം ഉണ്ടാക്കാനും കഴിയൂ. അതുകൊണ്ടാണ് വിശാലമായ അർത്ഥത്തിൽ ചർച്ചകൾ ഉണ്ടാകണം. അമേരിക്ക പോലെയുള്ള ബാഹ്യശക്തികൾക്ക് അവിടെ എന്ത് കാര്യമെന്ന് ന്യായമായി ചോദിക്കാവുന്നതാണ്. ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ, ഇറാൻ മുതലായ ശക്തികൾ ഒരുമിച്ച് ബാബൽ മന്ദേവിനെ കുറിച്ചും പേർഷ്യൻ ഗൾഫിനെ കുറിച്ചും ചർച്ചകൾ നടത്തുകയും അവിടെ സുഗമമായ സാമ്പത്തിക ആക്ടിവിറ്റി ഉണ്ടാകണം, എണ്ണ നീക്കം സുഗമമാകണം, ഇക്കണോമിക് ആക്ടിവിറ്റി മുന്നോട്ട് പോകണം. അവിടെ ബാഹ്യ ശക്തികളുടെ പോരാട്ടമല്ല അവിടെ വേണ്ടത്. ആ റീജിയനിലെ ശക്തികൾ തമ്മിലുള്ള ഒരു പാരസ്പര്യവും അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഒരു പരിഹാരവുമാണ് ആവശ്യമെന്നാണ് എന്റെ ചിന്ത.